വെൽക്കം ടു ജൂലീനാസ് കിച്ചൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നെല്ലിക്ക അച്ചാറാണ്. ഇപ്പോൾ നെല്ലിക്കയുടെ സീസണാണ്. ധാരാളം നെല്ലിക്ക കിട്ടുന്നുണ്ട്. ഞങ്ങളുടെ ഇവിടെയൊക്കെ 2.5 കിലോ 3 കിലോ ഒക്കെ 100 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ നെല്ലിക്ക വാങ്ങാം, അച്ചാറിടാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ നെല്ലിക്ക അച്ചാറിട്ട് നോക്കണം. അപ്പോൾ നമുക്ക് അച്ചാറിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ നെല്ലിക്ക ഒന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഞാനൊരു സ്റ്റീമർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഇത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറക്കാം. കണ്ടോ, നമ്മുടെ നെല്ലിക്ക ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാനായി മാറ്റി വെച്ച ശേഷം നമുക്കിത് മുറിച്ചെടുക്കണം. ഇനി ഈ നെല്ലിക്ക വേവിച്ച വെള്ളം ഉണ്ടല്ലോ, ഈ അടിയിൽ നന്നായി തിളച്ച് കിടക്കുന്ന ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ, കുറച്ച്. അത് നമുക്ക് ഇനി നെല്ലിക്ക അച്ചാറാക്കുമ്പോൾ അതിലേക്ക് ഒഴിക്കാനായിട്ട് വേണം. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നെല്ലിക്ക ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിക്കണം. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മുറിക്കാം. ഞാനിപ്പോൾ ഇവിടെയും കണ്ടോ, ഇങ്ങനെ ഓരോന്ന് 6 പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ 6 പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ നമുക്ക് എല്ലാ നെല്ലിക്കയും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ നെല്ലിക്കയെല്ലാം അരിഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാം. ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ലെണ്ണയാണ് എപ്പോഴും അച്ചാറിന് നല്ലത്. അപ്പോൾ നമുക്ക് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് 1.5 കിലോ നെല്ലിക്ക ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാനൊരു 100 ml ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് 2 കുടം വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഇഞ്ചി ഇടാം കേട്ടോ. ഈ സമയത്ത് ഞാൻ ഇഞ്ചി യൂസ് ചെയ്യണില്ല. നമുക്ക് ഒരു 6 പച്ചമുളക് കേട്ടോ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 2 തണ്ട് കറിവേപ്പിലയും ഇടാം. ഇപ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലയും എല്ലാം നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. അതിനുശേഷം ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇതിന് എരിവാണ് കുറവുള്ളത്, കളർ നന്നായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് 1.5 കിലോ ആണ് നമ്മുടെ നെല്ലിക്ക ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. അച്ചാറൊക്കെ ആകുമ്പോൾ കുറച്ച് എരിവൊക്കെ വേണമല്ലോ. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ ഇതൊക്കെ കരിഞ്ഞു പോകും. ഇപ്പോൾ മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ നെല്ലിക്ക തിളപ്പിച്ചതിൻ്റെ വെള്ളം ഉണ്ടല്ലോ, നമ്മൾ ആവി കയറ്റിയപ്പോൾ അതിൻ്റെ താഴെ ഉണ്ടായിരുന്ന വെള്ളം, അത് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം.
ഇപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. വിനീഗർ ഒഴിച്ചതിന് ശേഷം ഇത് നന്നായി തിളച്ചു, നല്ല എണ്ണയൊക്കെ ഇങ്ങനെ തെളിയുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് അല്പം കുറവാണ്, അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് നമ്മൾ വേവിച്ച് കഴിഞ്ഞു. ഇപ്പോൾ മുളകും എല്ലാം ഇതിലേക്ക് പിടിച്ചു. ഇനി നമുക്കിതിലേക്ക് കായത്തിൻ്റെ പൊടിയാണ് ഞാനിതിൽ ഉപയോഗിക്കുന്നത്. അപ്പം കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾ കായമാണ് ഇടുന്നതെങ്കിൽ അത് വറുത്ത് പൊടിച്ചിട്ടാൽ മതി. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കൊതിയൂറും നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടോ. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ നെല്ലിക്ക അച്ചാർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ജുലീനാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.